ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് പാർക്കിലോട്ട് പോയി. ഇപ്പോൾ ഹോങ്കോങ്ങിലെ യിൻലോങ് പാർക്കാണിത്. അപ്പോൾ ഇതാണ് കേട്ടോ പഗോഡ. ഈ പഗോഡയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് കയറി കയറി ഏറ്റവും മുകളിൽ ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരിക്കും. നമ്മൾ താഴെ നിൽക്കുമ്പോൾ തോന്നും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറണമെന്ന്, കാരണം അത്രയധികം സ്റ്റെപ്പുകളുണ്ട്. കണ്ടോ, അത് ഇത്രകൊണ്ട് സ്റ്റെപ്പുകളുണ്ട്. പക്ഷെ ഇത് കയറിയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. അത്രയും ഭംഗിയാണ് മുകളിലെത്തിക്കഴിഞ്ഞാൽ കാണാനായിട്ട്. ഞങ്ങളിപ്പോൾ ദേ ഇത്രയും സ്റ്റെപ്പ് കയറിയായിരുന്നു. എന്നിട്ട് ഈ ടോപ്പിലെത്തിയപ്പോൾ ഇതുപോലെ നല്ല വ്യൂ ആയിരുന്നു. അതുമാത്രമല്ല ഇവിടെ ഓരോ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഹോങ്കോങ്ങിലെ ചില പ്ലേസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് അവിടെ ഒരു മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കുറേ നേരം അത് കണ്ട് ആസ്വദിച്ച് നിന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുകൊണ്ടൊരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. അപ്പോൾ അതെന്തോ ഒരു പുക അടിച്ച് പോവുകയാണെന്നാണ് തോന്നുന്നത്. എന്തോ പുക ഇങ്ങനെ പോകുന്നത് കാണാനുണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. താഴെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരുപാട് ചെടികളും മരങ്ങളും കിളികളും ആയിട്ടുള്ള ഒരു പ്രത്യേക തരം അറ്റ്മോസ്ഫിയറാണ് താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ടോപ്പ് വരെ നെറ്റ് അടിച്ചേക്കാണ്. അപ്പോൾ കിളികൾക്കൊക്കെ അവിടെ ഒരുപാട് കൂടുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു കൂടുകളും അതുപോലെ ഇത് ഒരുപാട് കിളികൾ ചേർന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇവയൊന്നും കൂട്ടിലിട്ട് വളർത്താൻ തോന്നത്തുമില്ല. എന്നാൽ ഇവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവർക്ക് പാറി പറന്ന് നടക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ കല്ലുവിൻ്റെയും ഷാനുവിൻ്റെയൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വൈകി പോയായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം താഴേക്ക് തന്നെ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അവർ ക്ലോസിങ് ടൈം ആയിരുന്നു. പെട്ടെന്ന് ക്ലോസ് ചെയ്യണം, എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞപ്പോൾ എല്ലാവരും താഴോട്ട് ഇറങ്ങി. പിന്നെ താഴത്തും ഇതുപോലെ അടിപൊളി സ്ഥലമാണ്. ഇത് പിന്നെ സ്നേഹപ്രകടനം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഒത്തിരി നേരം വന്നിരിക്കാനായിട്ട് പറ്റുന്ന, ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇത് കണ്ടോ വെള്ളച്ചാട്ടം. ഇത് കാണാനും കേൾക്കാനൊക്കെ വളരെ വളരെ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ രണ്ടുപേരും ഞങ്ങളും അത് കുറേ നേരം നോക്കിയിരുന്നു. അപ്പോൾ ഒത്തിരി നേരത്തെ പോയാലും നമുക്ക് ചുറ്റി കാണാനായിട്ട് ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു പാർക്കിൻ്റെ മറ്റ് സൈഡിലായിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള റൈഡ്സും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്നിരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇരുന്നിട്ട് നമ്മൾ വല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കഴിക്കാനും ഒക്കെ നല്ല നല്ല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് മറ്റൊരു സ്ഥലം. ഇതും നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെയും ഒരു കുട്ടിഗോപുരം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഇരിക്കാം. അതിന് താഴെ കണ്ട് ഒരുപാട് മീനുകളും ആമയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിലായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ അതെ ഇതിൻ്റെയൊക്കെ ഭംഗി കണ്ടോ, എന്ത് ഭംഗിയിലാണ് അവരിതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കെന്ന് നോക്കിയേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറേ നേരം നിന്നു. പിന്നെ തിരിച്ച് വരുമ്പോൾ രാത്രി ആയിട്ടുണ്ട്. രാത്രി നമ്മൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് വരുന്ന ഒരു ഏരിയയാണ്. അത് ഇതുപോലെ നന്നായിട്ട് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്കും ഫാമിലിക്കും എല്ലാവർക്കും നന്നായിട്ട് ഈ ഒരു പ്ലേസ് ഇഷ്ടപ്പെട്ടു. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി.